Hi viewers, welcome to your favorite show, Hot Wheels. ഇന്ന് ആദ്യമായി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം ഭാരത് ബെൻസിൻ്റെ ട്രക്കാണ്. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വാഹനം ഏതാണുള്ളത്. ഭാരത് ബെൻസിൻ്റെ 25 GVW എന്നുള്ള ടിപ്പറാണ്. ചെറിയൊരു ഫ്രെയിം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ചെറുതായെന്നും വാഹനം എത്ര വലുതാണ്. സത്യാവസ്ഥ അതാണ്, വാഹനം വലുതാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകതയും അതാണ്. എല്ലാ എപ്പിസോഡിലും ഞാൻ ശരിക്കും പാസഞ്ചർ വെഹിക്കിളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്നൊരു കമേഴ്ഷ്യൽ വെഹിക്കിളുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. അതെ, ഭാരത് ബെൻസിൻ്റെ 25 GVW ടിപ്പർ. സാധാരണ ഒരു പാസഞ്ചർ വെഹിക്കിൾ അവതരിപ്പിക്കുന്ന പോലെയല്ല ശരിക്കും ഭാരത് ബെൻസ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയും അത്രത്തോളം എനർജി വേണ്ടി വരും. ഭാരത് ബെൻസ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് തോന്നാം, മെഴ്സറീസ് ബെൻസ് ആയിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന്. മെഴ്സറീസ് ബെൻസിൻ്റെ ഒരു വാഹനം തന്നെയാണ് ഭാരത് ബെൻസ്. മെഴ്സറീസ് ബെൻസിൻ്റെ എഞ്ചിനോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയോട് കൂടിയിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കിയ ഒരു വാഹനമാണ് ഭാരത് ബെൻസ്. മെഴ്സറീസ് ബെൻസ് 1954 ഒരു ട്രക്ക്, ഒരു സെഗ്മെൻറ്റ് വാഹനം ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും ഒരു സാമ്യമുള്ളൊരു വാഹനം എന്ന് പറയാൻ കാരണം. ശരിക്കും മെഴ്സറീസ് ബെൻസിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് ഭാരത് ബെൻസ് ഇന്ത്യയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പണ്ട് ലോറി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു രൂപം വരും. ലോറീൻ്റെ ഒരു ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ളൊരു ലുക്ക് ശരിക്കും നമുക്ക് മനസ്സിൽ വരും. ഇപ്പോൾ കുട്ടികളോട് വരയ്ക്കാൻ പറഞ്ഞാൽ തന്നെ കുട്ടികൾ ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ളൊരു ലോറീൻ്റെ പടമൊക്കെയാണ് വരയ്ക്കാറ്. പക്ഷെ അതൊന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ലോറീൻ്റെ ആ ഒരു കൾച്ചറൊക്കെ മാറി കുറച്ചും കൂടി ഒരു ടിപ്പർ എന്നുള്ളൊരു ലെവലിലേക്ക് മാറി. ഇപ്പം സാധാരണ ലോറി എന്ന് നമ്മൾ കേൾക്കുമ്പം ഒരു മാർക്കറ്റിൽ പോയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളൊരു ചിന്താഗതി വരിക. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്വാറിയിലേക്ക് വേണ്ടിയിട്ട് ശരിക്കും ടിപ്പർ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് തന്നെ അവരിറക്കുകയുണ്ടായി. അതിൽ പണ്ട് നോക്കുന്ന സമയത്ത് ഒരു സാധാരണ ഒരു ഭീകരതയുള്ളൊരു ലുക്കും വലിയ ടയേഴ്സ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബോഡി ലാംഗ്വേജ് ഇല്ലാത്തൊരു വാഹനമായിരുന്നു ടിപ്പർ എന്നൊരു സെഗ്മെൻറ്റ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭാരത് ബെൻസിൻ്റെ ഈ വാഹനം കാണുമ്പോൾ തന്നെ അറിയാം എത്ര ലക്ഷറിയസ് ആയി മാറിക്കഴിഞ്ഞു. ടിപ്പറിൻ്റെ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലക്ഷറി വാഹനത്തിനോട് തോന്നിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫ്രണ്ടേജ് ശരി ഉണ്ടാക്കിയിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെഴ്സറീസ് ബെൻസിൽ നിന്നും ഈ ഭാരത് ബെൻസിലേക്കുള്ളൊരു ചുവടുമാറ്റം ഉള്ളതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ലോഗോ തന്നെ മാറിയിട്ടുണ്ട്. ശരിക്കും ഭാരത് ബെൻസിന് മെഴ്സറീസ് ബെൻസിൻ്റെ ലോഗോ അല്ല കൊടുത്തിട്ടുള്ളത്, ഒരു തനി ലോഗോ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ലോഗോ അല്ലെങ്കിൽ ഈ ഒരു പേര് ശരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നുള്ളൂ. എന്തു തന്നെയാലും ഇങ്ങനത്തെ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ശരിക്കും ഈ ഒരു ഹോട്ട് വീൽസ് എന്ന എപ്പിസോഡിലൂടെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 25-23 എന്നാണ്. 25 എന്ന് പറയുമ്പോൾ 25 ടൺ വരെ നമുക്ക് ഈ വാഹനത്തിൻ്റെ, അതായത് റണ്ണിങ് ടൺ 16 ടോട്ടൽ വെയ്റ്റ് 25 25 ടണ്ണുമാണ്. 23 എന്ന് ഉദ്ദേശിക്കുന്നത് 230 ഹോഴ്സ് പവറാണ്. അപ്പം ഈ വാഹനത്തിൽ ഏറ്റവും ഹോഴ്സ് പവറുള്ള, ഈ ഒരു സെഗ്മെൻറ്റ് വാഹനത്തിൽ ഏറ്റവും ഹോഴ്സ് പവറുള്ള ഒരു വാഹനം തന്നെയാണ് ഭാരത് ബെൻസ്. ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു വലുപ്പം, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരം സുഖമായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഭാരത് ബെൻസിൻ്റെ 25-23. ഞാൻ മുൻപ് പറഞ്ഞ ഒരു ലോറി, ഒരു പണ്ടത്തെ പോലെ ലോറിയൊക്കെയാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. ലോറിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആളുകളെ വിളിക്കുകയും അത് ഇറക്കാൻ അൺലോഡ് ചെയ്യാനും ലോഡ് ചെയ്യാനൊക്കെ ആളുകളെ വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ശരിക്കും ഈ ടിപ്പർ എന്നുള്ളൊരു സെഗ്മെൻറ്റ് വന്നതോട് കൂടിയിട്ട് ശരിക്കും ഈ കൺസ്ട്രക്ഷൻ സൈഡിൽ ഇങ്ങനെ ആളുകളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും നമ്മൾ പല പാറയായാലും ബാക്കിയുള്ള കല്ലുകളും മണ്ണായാലും ശരിക്കും ഇത് കൊണ്ടുവന്നിട്ട് അൺലോഡിങ് എന്ന് പറയുന്ന സംഭവം ഇല്ല ഇപ്പോഴത്തെ ഒരു ടിപ്പർ സെഗ്മെൻറ്റിൽ ഇല്ല. ശരിക്കും നമുക്ക് ഈ വാഹനം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ശരിക്കും അത്രത്തോളം സാധനങ്ങൾ കയറ്റുവാനും ശരിക്കും ഈസി ആയിട്ട് അൺലോഡ് ചെയ്യാനും മറ്റുള്ള ടിപ്പറുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ടിപ്പേഴ്സിനെ അപേക്ഷിച്ചിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു ലെങ്ത്, ഹൈറ്റ് അല്ലെങ്കിൽ ടിപ്പ് ഓപ്പൺ ചെയ്യുന്നൊരു ലെങ്ത് ശരിക്കും ഭയങ്കരമാണ്, വലിയൊരു ലെങ്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ വിളിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് കോരിയെടുക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല. ശരിക്കും ഇത് ഫുൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ മൊത്തം അതിനുള്ള എന്ത് തന്നെയായാലും
സാധനമായാലും ശരിക്കും ഈസി ആയിട്ട് താഴത്തേക്ക് വരും. അത് നമുക്ക് ശരിക്കും ബാക്കിൽ തന്നെ കാണാം അതിൻ്റെ ഒരു ലെങ്ത്, അതിൻ്റെ ഓപ്പണിങ് എത്രത്തോളം ഉണ്ടെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഒരു വലിയൊരു ഓപ്പണിംഗ് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ള ടിപ്പേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഇത് ലെങ്ത്ത് മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അതിന് ഫ്രണ്ട് ആൻഡ് ടിപ്പിംഗ് എന്നാണ് പറയുന്നത്. ശരിക്കും അതുതന്നെ ഇതൊക്കെ ഈ ടെക്നോളജിയൊക്കെ വെച്ചുകൊണ്ടാണ് ഭാരത് ബെൻസ് ഈ ടിപ്പർ വന്നിട്ടുള്ളത്, ഈ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ടിപ്പേഴ്സിൽ നിന്നും ഇതൊരു വ്യത്യസ്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ക്ലോസിങ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും ഇത് എത്രത്തോളം വളരെ ഈസി ആയിട്ട് അടയ്ക്കുകയും ഈസി ആയിട്ട് തുറക്കാനും പറ്റുന്ന, ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനും പറ്റുന്നൊരു ടിപ്പർ സംവിധാനമാണ്. ശരിക്കും ഈ ടെക്നോളജിയാണ് ഭാരത് ബെൻസിൽ മെർസിഡീസ് ബെൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭാരത് ബെൻസിൻ്റെ ടിപ്പർ സെഗ്മെൻറ്റ് വാഹനമാണെന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ശരിക്കും ഇതിൻ്റെ കൂടുതൽ ഒരു ടെക്നിക്കൽ വേർഷൻ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നുണ്ടാവും. അതിനെപ്പറ്റി കൂടുതലായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഇന്നുണ്ട് മിസ്റ്റർ മുഹമ്മദ് റംസി, ഓട്ടോബാൻ ട്രക്കിങ്ങിൻ്റെ CEO ആണ്. വെൽക്കം സർ, വെൽക്കം ടു ഷോ. താങ്ക് യു സാർ. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ സർവീസ് സൈഡ്? സർവീസ് സൈഡ് ഫസ്റ്റ് പറയാനുള്ളത്, ദിസ് കംസ് ഫ്രം എ ട്രൂ ഹെറിറ്റേജ് ഓഫ് Daimler Germany. അവർ ഇന്ത്യയിലേക്ക് they've produced Bharat Benz and branded it that way as a commitment for India. Bharat എന്നുള്ളത്. അപ്പോൾ this vehicle for example is based on the Mercedes-Benz Axor platform. ഇത് ലോകത്ത് ഓൾറെഡി ഒരു 30 ലക്ഷം ഇറങ്ങിയ എഞ്ചിനാണിത്. It has been tried and tested. So they have redone the vehicle for India. കുറച്ച് കസ്റ്റമൈസ് ചെയ്തു, കാരണം ഇന്ത്യൻ കണ്ടീഷൻസ് ആർ ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ഹാവ് ഇൻ ജർമ്മനി ആൻഡ് അറൌണ്ട് ദ വേൾഡ്. അപ്പോൾ അതിനായിട്ട് വേണ്ടി ദേ ഹവ് മേഡ് ദ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഇന്ത്യ. ദേ റിമൂവ്ഡ് അൺനെസസറി ലക്ഷറീസ്, കാരണം ഇവിടുത്തെ പല ഫ്ലീറ്റ് ഓണേഴ്സിനും പല സംഗതികൾ ആവശ്യമില്ല. ദർ ആർ ലോട്ട് ഓഫ് ക്യാമറസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ദേ ഹവ് കസ്റ്റമൈസ് ദ ഹോൾ വെഹിക്കിൾ ഫോർ ദ ഇന്ത്യൻ മാർക്കറ്റ് ആൻഡ് ഫോർ ദ ഇന്ത്യൻ ട്രക്കർ. This is the 25 ton tipper. Okay, ഇതിൻ്റെ GVW 25 ton ആണ്. Comes with a 230 HP horsepower. Okay, and it has an 850 Nm torque. Okay. അപ്പോൾ ഈ പറയുന്ന ഈ ടോർക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് സീൻ ഇൻ ദിസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇവിടെ ഇങ്ങനൊരു ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് തികച്ചും മാർക്കറ്റിൽ പുതിയൊരു സംഗതിയായിട്ടാണ് നമ്മൾ ഈ ഒരു ടോർക്കും ഈ ഒരു പവറുമായിട്ട് വരുന്നത്. എപ്പോഴും നമുക്ക് പലരും ചോദിക്കുന്നത് ഹൗ ഡു യു മാനേജ് ടു ഗെറ്റ് എക്സ്ട്രാ മൈലേജ് വിത്ത് ദിസ് ഹോഴ്സ് പവർ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വെയർ ദ എഞ്ചിനീയറിംഗ് കംസ്. ശരിക്കും ഒരു പൊതുവെയുള്ളൊരു ഡൗട്ട് തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ പവർ കൂടുമ്പോൾ എങ്ങനെയാണ് മൈലേജ് വരുന്നത്? ഇവർ ഈ മൈലേജിൻ്റെ എന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ സ്പെക്കിലുള്ള പ്രകാരം ഉള്ള സെയിം പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ നോട്ട് ഹിറ്റ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. ബിക്കോസ് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്നുള്ള നിലയിലാണ്. അപ്പം ദേ ഹവ് റീസർച്ച്ഡ് എവറിത്തിങ്. ആ ഒരു സെയിം ക്വാളിറ്റി വെച്ചിട്ട് ഒന്നിലും കോംപ്രമൈസ് ചെയ്യാതെ ഹൗ വി കുഡ് ഡു എ ബെറ്റർ മൈലേജ് എന്നുള്ള ഇതാണ്. അപ്പോൾ ഫോർ സ്റ്റാർട്ടേഴ്സ് ദേ ഹവ് സ്റ്റാർട്ടഡ് വിത്ത് ഇഞ്ചക്ഷൻ പമ്പ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഒരു 1800 ബാർ പ്രഷറിലാണ് ഇതിൻ്റെ ഇഞ്ചക്ഷൻ പമ്പിന് പുറത്തേക്ക് ഫ്യൂല് ഇതാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇറ്റ്സ് സ്ലൈറ്റ്ലി ടെക്നിക്കൽ, പക്ഷേ എന്താണ് ദാറ്റ് പ്രൂവ്സ് ദാറ്റ് ഇൻ ദ കമ്പഷൻ ചേംബർ ദ ഫ്യൂവൽ ബേൺസ് മോർ എഫക്റ്റീവ്ലി. അപ്പോൾ അത് കാരണം ദ മൈലേജ് ഫൈനലി ഇസ് ദ കൺസ്യൂമർ ഹു ഗെറ്റ്സ് ദി എഫർട്ട്, യു നോ ദ ബെനിഫിറ്റ് ഓഫ് ദാറ്റ്. സോ ഇത് കേട്ടു 9+1 ഗിയേഴ്സ് ഉണ്ട്. ഗിയേഴ്സ് ആണ് ശരിക്കും പൊതുവെയുള്ള ട്രക്ക് പറയും പോലെ നമുക്ക് ട്രിപ്പേഴ്സ് ആണെങ്കിലും 5 to 6 ഗിയേഴ്സ് ആണ്. എന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി? അതും അതാണ് ഈ ഒരു മൈലേജ് എന്നുള്ള ഒരു കൺസേൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു നിലയിലെ പ്രോഡക്റ്റ് ഇറക്കിയത്. കാരണം ഈ ടിപ്പേഴ്സ് ആവുന്ന സമയത്ത് പലപ്പോഴും ക്രഷേഴ്സും ക്വാറീസിലൊക്കെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ നീഡ് ഹൈ ടോക്ക്, ഹൈ പവറിലായിരിക്കും. ആ സമയത്ത് ലോഡായിട്ട് പലപ്പോഴും ഇറക്കത്തിലായിരിക്കും കയറാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി വി ഹാവ് ദ 4 ഹൈ ഗിയേഴ്സ്. അത് കഴിഞ്ഞാൽ വെൻ യു ഗോ ടു ദ ഹൈവേ, അത് കഴിഞ്ഞാൽ ടിപ്പേഴ്സ് എന്ന് വെച്ചാൽ യു നീഡ് ടു ഗോ റീച്ച് യുവർ പ്ലേസ് ആൻഡ് ടൈം. അപ്പോൾ അത് നമ്മൾ ആ ഒരു സെയിം ഗിയറിൽ ചെയ്യുകയാണെങ്കിൽ വണ്ടി പോവും, പക്ഷേ മൈലേജിൽ കോംപ്രമൈസ് ചെയ്യും. നമുക്ക് ഹൈ സ്പീഡിന് 4 ഗിയർ ഉണ്ട്. സോ വെൻ യു ഗോ ഇൻ യുവർ 8th ഗിയർ യു ഗെറ്റിംഗ് എ മൈലേജ് ദാറ്റ് നോബഡി എൽസ് കൻ കമ്പീറ്റ് വിത്ത്. അതിൻ്റെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് വി ഹവ് മേഡ് ദിസ്. എത്ര നിങ്ങൾ കമ്പനി ശരിക്കും ഒരു മൈലേജ് ഉണ്ടാവുമല്ലോ, കമ്പനി പറയുന്ന ഒരു മൈലേജ്? ഓക്കെ, ഇതിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ അനുസരിച്ചായിരിക്കും. ചിലവർ ക്വാറീൻ്റെ അകത്ത് മാത്രമായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക, ചിലവർ ക്രഷേഴ്സിലായിരിക്കും, ചിലവർ ഒരു സ്ഥലത്ത് നിന്ന് ലോഡ് എടുത്തിട്ട്
they might just be transporting. Okay. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഹൈവേസിലായിരിക്കും കൂടുതൽ. പക്ഷേ we are giving a promise that any condition with the same load, same driving condition, 10% more mileage than any other vehicle. മുൻഭാഗത്ത് എത്ര ലക്ഷറി ഉണ്ടോ അതുപോലെ തന്നെയാണ്, ഒട്ടും കുറവില്ലാതെ തന്നെയാണ് പിൻഭാഗവും സെറ്റ് ചെയ്തത്. നമുക്ക് കാണാം നല്ല രസത്തിൽ അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ആയാലും റിവേഴ്സ് ലൈറ്റ് ആയാലും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടിഭാഗത്ത് തന്നെ കാണാം ഭാരത് ബെൻസ് എന്ന് വലിയൊരു അക്ഷരത്തിൽ എഴുതി. ശരിക്കും ഇതൊക്കെ വരുന്ന സമയത്ത് മുൻഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ള സെയിം ഡിസൈൻ അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭാരത് ബെൻസ് എന്നുള്ള ഒരു വലിയൊരു ഇതും വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഡോറിന്. ശരിക്കും കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് നമുക്ക് തോന്നും. കാരണം ഇതൊരു കോറി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യുന്നൊരു കൺസ്ട്രക്ഷൻ സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതായത് കൊണ്ട് ശരിക്കും നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു സർഫസ് തന്നെയാണ് ബാക്കിൽ, ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഭാരത് ബെൻസിൻ്റെ 2523 എന്ന വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വാഹനം പൊതുവേ കൺസ്ട്രക്ഷൻ മേഖലകളിൽ അല്ലെങ്കിൽ കോറി സൈഡിലേക്കാണ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. ഇനി മറ്റൊരു വാഹനം നമുക്ക് പരിചയപ്പെടാം. 3123 റിജിഡ്. ശരിക്കും ഈ വാഹനം 3123 ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ലോഡ് കയറ്റി പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഭാരത് ബെൻസിൻ്റെ 2 പ്രൊഡക്റ്റ് ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഏകദേശം നമുക്ക് മനസ്സിലായി. ഇനി അറിയാനുള്ളത് അതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ഒരു അഫോർഡബിൾ പ്രൈസിങ് തന്നെയാണ് എന്ത് തന്നെയാലും ഈ വാഹനത്തിനുള്ളത്. നമുക്ക് ചോദിച്ചറിയാം സംശയം ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ പ്രൈസസ് പറയുകയാണെങ്കിൽ പലരും ആക്ച്വലി ഷോക്ക്ഡ് ആവലുണ്ട്. ബിക്കോസ് ഫോർ എ റിലയബിൾ വെഹിക്കിൾ ഓഫ് Mercedes-Benz പ്ലാറ്റ്ഫോം നമ്മൾ LDT സ്റ്റാർട്ട് അറ്റ് അറൌണ്ട് 8.5 lakhs. Okay, നമ്മളെ ലൈറ്റ് വെഹിക്കിൾ ആൻഡ് ഇറ്റ് ഗോസ് അപ്പ് ടു അറൌണ്ട് 12.5-13 lakhs. And then our heavy vehicle range starts from 18 lakhs plus, 18.5 These are ex-showroom price, right? Ex-showroom prices, yes, the heavy vehicles. And this vehicle that we are seeing right now, the price is around 26.75, okay, ex-showroom, and then which is actually cheaper than some of the products we have here. Okay. So then the customers are very happy that for a product like this, Benz's product നമ്മൾ ഇന്ത്യൻ പ്രൈസിന് ഇന്ത്യൻ കോമ്പറ്റീറ്റേഴ്സിനായിട്ട് നമ്മൾ ആ ഒരു സെഗ്മെന്റിൽ, കാരണം നമ്മൾ വെറുതെ പ്രൈസ് കൂട്ടി നിന്നിട്ട് കാര്യമില്ല. വി ആർ കൺസിഡറിങ് ദ വോള്യൂം മാർക്കറ്റ്. പ്രൈസ് അവർക്ക് കൂട്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. ഈവൻ ഇഫ് വി ഗിവ് എ പ്രീമിയം നോബഡി വുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ ടു കമ്പീറ്റ് ഇൻ ദ വോള്യൂംസ് വി പുട്ട് ഇറ്റ് അറ്റ് പാർ വിത്ത് ആൻഡ് ഈവൻ ചീപ്പർ ദൻ സം ഓഫ് ദ കോമ്പറ്റീഷൻ ആസ് വെൽ. Okay, I know that. Alright. Like എന്ത് തന്നെയാലും മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ലേബിളിൽ ശരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങും ശരിക്കും നല്ലൊരു മൈലേജും കിട്ടുന്ന വാഹനം കൂടിയാണ് ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങൾ. ഇപ്പോൾ നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു 2 പ്രൊഡക്ട്സ്. ഇപ്പോഴത്തെ യുവതലമുറ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമുണ്ട്, ഓൾട്രേഷൻ. ഏതൊരു വാഹനം എടുത്താലും എങ്ങനെ ഓൾട്ടർ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ ഹോണ്ടയുടെ ബ്രിയോ ഓൾട്ടർ ചെയ്താണ് കാണാൻ പോകുന്നത്.